ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ നാട്ടിൽ ഈ ചില ഭാഗങ്ങളിലെങ്കിലും അല്ലെങ്കിൽ അപൂർവത്തിലാണെങ്കിൽ പോലും ആഭിചാര ക്രിയകളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും മായി ബന്ധപ്പെട്ട പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതിനോട് നമ്മൾ എങ്ങനെയാണ് ഒരു സമീപനം സ്വീകരിക്കേണ്ടതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ വിശ്വാസം, നമുക്ക് പല കാര്യങ്ങളിലും വിശ്വാസമുണ്ട്. ഒരു കുറേ കൂടെ റീസണബിൾ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നമ്മൾ വച്ച് പുലർത്താറുണ്ട്. നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്യുന്നതിന് ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് ഫെയ്ത്ത് എലമെൻ്റ് അത്യാവശ്യമാണ്. ഈവൻ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്ന ഭക്ഷണം, അതിനെക്കുറിച്ച് നമുക്കൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പം വിശ്വാസം ഇല്ലാതെ നമുക്ക് ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. നമ്മൾ രാവിലെ വണ്ടിയുടെ കീ തിരിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുമെന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. യഥാർത്ഥം പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാരുമായിട്ടുള്ള നമ്മുടെ ഒരു ട്രസ്റ്റ്, നമ്മുടെ ഫാമിലി ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്, അതെല്ലാം തന്നെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് എലമെൻ്റ് അതിനകത്തുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുപോലെ തന്നെ സയൻസിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ റിലീജിയൻ, ഗോഡിലുള്ള വിശ്വാസം, അതൊക്കെ തന്നെ ഹ്യൂമൻ ബീയിങ്ങിനെ ബെറ്റർ ആക്കുന്നതിനും അവരുടെ ലൈഫ് കുറേ കൂടെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരുടെ ഒരു ഹോപ്പ് അവരുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനും ഹിസ്റ്റോറിക്കലി സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അതേസമയം അന്ധവിശ്വാസം, അതായത് ഇറാഷണൽ ആയിട്ടുള്ള, ഫാൾസ് ആയിട്ടുള്ള, ബ്ലൈൻഡ് ആയിട്ടുള്ള ബിലീഫുകളാണ് പലപ്പോഴും ഹ്യൂമൻ ബീയിങ്ങിനെയും സൊസൈറ്റിയെയും തന്നെ ഹാമായിട്ട് ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിപ്പോൾ ഒരു കറുത്ത പൂച്ച കുറുകെ ചാടുന്നത് തുടങ്ങി ഇതുപോലുള്ള കൊലപാതകങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആഭിചാര ക്രിയകളിലോ ഒക്കെ ചെന്ന് അവസാനിക്കുന്ന ഇൻഹ്യൂമനായിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ തന്നെ ഈ പറയുന്ന അന്ധവിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബീയിങ് വളരെയേറെ സിവിലൈസ്ഡ് ആയിട്ട്, കൾച്ചറലായിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, റാഷണലായിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പം ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ പിന്നിലുള്ളൊരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുദ്ദേശിക്കുന്ന ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഒരു സക്സസ് ലൈഫിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഒരു ഗോൾ പെർസ്യൂ ചെയ്ത് പോകുമ്പോൾ അത് എന്ത് സ്ട്രാറ്റജിയിലാണ്, ഏത് വഴിയാണ് ആ ഗോളിലേക്ക് പോകുന്നത്, അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാതെ നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടതുപോലെ വഴി ഏതായാലും കുഴപ്പമില്ല, മാർഗം ഏതായാലും പ്രശ്നമില്ല, ലക്ഷ്യമാണ് പ്രധാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ലൈഫ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വൺ വേ അല്ലെങ്കിൽ വൺ ഡേ ഓർ അതർ ഡേ അതൊരു കെയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും എന്നുള്ളതൊരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ലൈഫിൽ ഷോർട്ട് കട്ടുകളല്ല നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അത് ബെറ്ററായിട്ട്, റാഷണലായിട്ട്, ഫങ്ഷനിങ് ആയിട്ട്, അതിനുപരി മോറലായിട്ട്, എത്തിക്കലായിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യുന്നതിനകത്താണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇരിക്കുന്നത്. അല്ലാതെ നമ്മുടെ തോന്നലുകൾക്കനുസരിച്ച് വേഗത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ എനിക്ക് തന്നെ കിട്ടണം എന്നുള്ളതല്ല ആക്ച്വലി ലൈഫിൻ്റെ ഒരു ബ്യൂട്ടിയും മീനിങ്ങും അതുപോലെ തന്നെ ത്രില്ലും എന്ന് പറയുന്നത്. അത് നമുക്ക് അങ്ങനെ കിട്ടുമെന്ന് തോന്നുമെങ്കിലും വൺ ഡേ ഓർ അതർ ഡേ ട്രൂത്ത് എന്ന് പറയുന്നൊരു സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് ഇവോൾവ് ചെയ്ത് വരുമെന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെ എത്ര തന്നെ ഹൈഡ് ചെയ്താലും അതിൻ്റെ ഒരു സെറ്റ് ബാക്ക് വളരെ വലുതായിരിക്കുമെന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ വളരെ ടഫാണെങ്കിൽ പോലും, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങൾ സംഭവിക്കുമെങ്കിൽ പോലും അത് വളരെ ഓണസ്റ്റായിട്ട്, റിയലിസ്റ്റിക് ആയിട്ട്, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട്, ഡിലേയ്ഡ് ആയിട്ട് ഗ്രാറ്റിഫിക്കേഷൻസ് സീക്ക് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഒരു ലോങ് ടേം സക്സസ് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് നമ്മുടെ ലൈഫിൻ്റെ ഒരു മീനിങ് എയിം ചെയ്യുന്നതാണ് ലൈഫ് കുറേ കൂടെ ഫങ്ഷനിങ് ആക്കുന്നത് എന്നുള്ള വസ്തുത എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ കുറേ കൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ട്, കൾച്ചേർഡ് ആയിട്ട്, സിവിലൈസ്ഡ് ആയിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റി കുറേ കൂടെ ബെറ്റർ ആകുവാനും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിൽ നിന്നൊക്കെ മാറി, ആഭിചാര ക്രിയകളിൽ നിന്നൊക്കെ മാറി വളരെ നല്ല രീതിയിൽ ഫെയ്ത്ത് ഓറിയൻറ്റഡ് ആയിട്ട്, സയൻറ്റിഫിക്കായിട്ട് ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു സൊസൈറ്റി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.